ഹലോ. ഇന്ന് നമ്മൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ കാര്യം പഠിക്കാമല്ലോ. ഡൊണേഷൻ എന്നാണ് ടോപ്പിക്കിന്റെ പേര് ഈ ക്ലാസ്സിൽ. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം എനിക്ക് പറഞ്ഞുതരാം. ജോസഫ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. ഓക്കെ, ജോസഫ്. ഈ ജോസഫിന് ഒരു ശീലമുണ്ട്. എന്താ അറിയോ? മൂപ്പർക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറി ഉണ്ടാവുമല്ലോ, ആ സാലറിയുടെ 8% മൂപ്പര് സഹായിക്കാൻ വേണ്ടിട്ട് കൊടുക്കും. ഒരു ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കലുണ്ട്. അപ്പൊ മൂപ്പർക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് അതിന്റെ 8% കൊടുക്കുക. അങ്ങനെ ജനുവരിയില് ജോസഫിന് എത്ര രൂപയെ സാലറി കിട്ടിയറിയോ? 12,000 രൂപ സാലറി കിട്ടി. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? 12,000ന്റെ 8% ആ ഒരു ഇതിലേക്ക് അയാൾ ഇട്ട് വെക്കണം. എന്തിന്റെ? സഹായ നിധിയിലേക്ക് അയാൾ ഇട്ട് വെക്കണം. അപ്പൊ അയാൾ എത്ര രൂപ അതിലേക്ക് ഇട്ട് വെക്കണമെന്ന് നമ്മൾ എങ്ങനെ കാണാം? നമ്മൾ കാണുന്നത് അയാൾ എത്ര രൂപ ഇട്ട് വെക്കണമെന്നാണ് കാണേണ്ടത്. അയാൾ കിട്ടുന്നതിന്റെ 8% കൊടുക്കുന്നത്. അപ്പൊ അയാളെ സാലറി എത്രയല്ലേ? അപ്പൊ 8% എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അത് 8% എന്ന് പറഞ്ഞാലോ അത് 8/100. അതായത് 100ലെ 8 ഭാഗമാണ് അയാൾ കൊടുക്കുന്നത്. അപ്പൊ ഇതില് 12,000ത്തില് എത്ര 100 ഉണ്ട് നോക്കുക. എന്നിട്ട് ആ ഓരോ 100നും 8 രൂപ വെച്ചിട്ട് മൂപ്പര് കൊടുക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 960 എന്നാണ്. അതായത് 120 × 8. അപ്പൊ നമുക്ക് 960 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മള് 12,000ത്തിനെ 100 കൊണ്ട് ഹരിച്ചിട്ട് 8 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് 120 × 8 960 എന്ന് കിട്ടി. ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് 12,000 × 8/100 എന്ന് ചെയ്യുമ്പോഴും 960 എന്നാണ് കിട്ടുക. 12,000ത്തിന് ആദ്യം 100 കൊണ്ട് ഹരിച്ചതിന് ശേഷം 8 കൊണ്ട് ഗുണിക്കുമ്പോഴും 12,000ത്തിന് 8 ഹരിക്കണം 100 ചെയ്തതിന് ശേഷം 12,000 കൊണ്ട് ഗുണിക്കുമ്പോഴും നമുക്ക് ഒരു ആൻസർ ആണ് കിട്ടുക. അപ്പോ ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ നോക്കും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക അറിയോ? ജോസഫ് കൊടുക്കുന്നത് ക്യാഷ് ഉണ്ടല്ലോ, മൂപ്പർക്ക് കിട്ടുന്ന സാലറിയുടെ 8/100 പാർട്സ് ആണ്. 100ൽ 8 ഭാഗം അയാള് 100ൽ 8 പാർട്ട് അയാള് സംഭാവന ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ മീനിങ്. അയാൾക്ക് കിട്ടുന്ന സാലറിയുടെ 12,000ന്റെ 100ൽ 8 ഭാഗം മൂപ്പര് കൊടുക്കുന്നുണ്ട് എന്നാണ് മീനിങ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം, ജോസഫിന് ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ പേര് അലി എന്നാണ് കേട്ടോ. അലിയും ജോസഫിനെ പോലെ തന്നെ അതിലേക്ക് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്, സംഭാവന കൊടുക്കുന്നുണ്ട്. അലി കൊടുക്കുന്നത് 12%. ജോസഫ് 8% കൊടുക്കുമ്പോ നമ്മുടെ അലി 12% കൊടുക്കും. അലിയുടെ മാസത്തിലെ സാലറി എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അതായത് 50,000 രൂപയാണ്. അപ്പൊ അലി എത്രയാ കൊടുക്കുക? അലി എത്രയാ കൊടുക്കുന്നത്? കാരണം നമ്മൾ ഒന്നെങ്കിൽ 15,000ത്തിനെ 100 കൊണ്ട് ഹരിക്കുന്നു, എന്നിട്ട് 8 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ 15,000 × 8 അല്ല 12. ഓക്കെ, 12/100 ചെയ്യാം. എങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. ഇതിന്റെ മീനിങ് എന്താ? 100ൽ 12 ഭാഗം ഏതിന്റെ? 15,000ത്തിന്റെ. 50,000ന്റെ 100ൽ 12 പാർട്സ് ആര് കൊടുക്കും? അലി ഡൊണേഷൻ കൊടുക്കും എന്നാണ് മീനിങ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കിട്ടുന്ന ആൻസർ ഉണ്ടാവുമല്ലോ, അത്ര രൂപ നമ്മുടെ അലി കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.